ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ചോദിച്ച ഊറും ബ്ലഡ് ഹുക്ക് സ്റ്റോപ്പ് ട്യൂട്ടോറിയലിന്റെ പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞാൻ സെക്കൻഡ് പാർട്ട് ഇടാന്ന്. അപ്പോൾ കുറെ കമന്റ്സ് കണ്ടു. അപ്പോൾ എല്ലാവരും പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി പഠിച്ചിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ആദ്യം പോയി ആ പാർട്ട് 1 വീഡിയോ കാണുക. എന്നിട്ട് നേരെ ഈ പാർട്ട് 2ലേക്ക് വരാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച പാട്ടെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ച പോർഷൻ എന്ന് പറയുന്നത് ആ പോർഷനാണ്. ഇത് രണ്ടാമത്തത് ഇത് ചെയ്യുന്ന സെക്കൻഡ് പോർഷൻ തന്നെയാണ്, പക്ഷെ ഇതും ഹുക്ക് തന്നെയാണ്. ഈ പോർഷൻ അപ്പോൾ ആ ഒരു പോർഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഈ ഒരു കൊറിയോഗ്രാഫി, ഈ ട്യൂട്ടോറിയൽ, ഹുക്ക് സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു സോങ്ങിന്റെ ഒരു പെർട്ടിക്കുലർ ഹുക്ക് സ്റ്റെപ്പിന്റെ ട്യൂട്ടോറിയൽ ആണ് ഈ വീഡിയോ. കുറച്ച് പേര് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ കൊറിയോഗ്രാഫി പോസ്റ്റ് ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. ആൻഡ് ഐ എം തിങ്കിങ് അബൌട്ട് ഇറ്റ്. അപ്പം നമുക്ക് എന്തായാലും അതിന്റെ ഒരു സെപ്പറേറ്റ് ആയിട്ട്, അതായത് എൻ്റെ കൊറിയോഗ്രാഫി എക്സ്ക്ലൂസീവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. നിങ്ങളുടെ സജഷൻസ് പോലെ തന്നെ, കാരണം എനിക്ക് കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്യൂട്ടോറിയലിന് മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങാവോ എന്ന്. സോ നമുക്ക് വൈകാണ്ട് തന്നെ തുടങ്ങിക്കളയാം. അപ്പൊ നമുക്ക് എന്തായാലും ഊറും ബ്ലഡിന്റെ ഹുക്ക് സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ പാർട്ട് 2 വീഡിയോ കാണാൻ ഗൈസ്. കമോൺ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ നോക്കുക. അതായത് ഞാൻ എങ്ങനെയാണ് നിൽക്കുന്നുണ്ടാവുക. ആൻഡ് എന്നെയല്ല, മിററിലുള്ള എന്നെ നോക്കുക സ്റ്റെപ്പ് പഠിക്കാനായിട്ട്. ആൻഡ് ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. അതായത് നിങ്ങൾ എങ്ങനെ വീഡിയോ കാണുന്നോ അത് നിങ്ങളുടെ ലെഫ്റ്റ്, ഇത് നിങ്ങളുടെ റൈറ്റ്. ഓക്കെ, സോ സോങ്ങിന്റെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് തൊട്ടാനെ പട്ടാസാന വെടിക്കര 10,000 മാല ഹേ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ലെഗ് മൂവ്മെന്റ് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം തന്നെ ജമ്പിലാണ് നമ്മുടെ ഈ സ്റ്റെപ്പ് തുടങ്ങുന്നത്. അതായത് 1 2 ജസ്റ്റ് ജമ്പ് ചെയ്യാം. ജമ്പ് ചെയ്തതിന് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ലെഗ്സ് വൈഡ് ചെയ്യുക. അതായത് 1 2 3. ഓക്കെ, വൈഡ് ചെയ്യുക. ദെൻ ടോയില് ഇൻവേർഡ്സ് ഔട്ട്വേർഡ്സ്. ഓക്കെ, ഇൻ ഔട്ട്. ഓക്കെ, ഒന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4 5. Okay, 5 6 7 go. 1 2 3 4 5. ജംപ് ചെയ്തു, വൈഡ് ചെയ്തു, ഇൻ ഔട്ട്. ഓക്കെ, ഇനി ഇതിൽ ഹാൻഡ് മൂവ്മെന്റ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ജംപ് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ് ഒന്നും ഇല്ല. ഓക്കെ, പക്ഷെ നമ്മൾ ഈ ഇൻ ഔട്ട് ചെയ്യില്ലേ, ഇൻ ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനൊരു സാധനം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് തൊട്ടാഴ പട്ടാസാന. അപ്പോൾ ഇറ്റ്സ് എ ക്രാക്കർ. അപ്പൊ നമ്മളത് ബേൺ ചെയ്യുന്നു, അത് കത്തിക്കുന്നു എന്നുള്ളൊരു മീനിങ്ങിൽ അങ്ങനെ ഒരു ഹാൻഡ് മൂവ്മെന്റ് ആണ്. 1 2. ആദ്യം ഈ മുദ്ര, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഹാൻഡും ലെഗും ഒരുമിച്ച് ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4 5. ഒന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4 5 4 5. ഓക്കെ, കത്തിക്കുന്നു എന്നുള്ളൊരു ഇതില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റെപ്പാണ്. അത് നമ്മൾ റൈറ്റ് ലെഗ് ടാപ്പ് ചെയ്യുക, ലെഫ്റ്റ് ലെഗ് ലെഫ്റ്റിലേക്ക് വൈഡ് ചെയ്യുക. ഓക്കെ, ദെൻ ലെഫ്റ്റ് ലെഗ് ടാപ്പ്, റൈറ്റ് ലെഗ് റൈറ്റിലേക്ക് വൈഡ് ചെയ്യുക. അതായത് 1 2. ഓക്കെ, 5 6 7 ഗോ. 1 2. അപ്പൊ നമ്മുടെ ആദ്യത്തെ പോർഷൻ എങ്ങനെയായിരുന്നു? 1 2 3 4 5. ഇത്രയും കിട്ടി. അതിനുശേഷം ലെഗ് രണ്ട് സൈഡിലേക്കും വൈഡ് ചെയ്യുക. അപ്പൊ ഈ വൈഡ് ചെയ്യുന്ന സമയത്ത് ഹാൻഡ്സ് നോക്കിക്കോ, ലാത്തിരി പൂത്തിരി. അപ്പോ ക്രാക്കറാണ്, പട്ടാസ് എന്നാ പറയണത്. അപ്പൊ ആ പട്ടാസ് കാണിക്കുന്നതിന്റെ ഒരു ഹാൻഡ് മൂവ്മെന്റ് ആണ്. ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഫസ്റ്റ് റൈറ്റ് ഹാൻഡ് ആണ്, ദെൻ ലെഫ്റ്റ് ഹാൻഡ് ആണ്. അതായത് ലെഫ്റ്റിലേക്ക് വൈഡ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡും, റൈറ്റിലേക്ക് വൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹാൻഡും ആണ് വരുന്നത്. അതായത് 5 6 7 ഗോ. 1 2 5 6 7 ഗോ. 1 2. ഓക്കെ, അപ്പോ ഇതില് സോങ് ആയിട്ട് വരുമ്പോ എങ്ങനെയാ നോക്കിയാലോ. 5 6 7 ഗോ. തൊട്ടാന പട്ടാസാന വെടിക്കര ടൗൺ. ടൗണാ? വെടിക്കര 10. 5 6 7 ഗോ. തൊട്ടാന പട്ടാസാന വെടിക്കര 10. ഓക്കെ, അപ്പൊ ആ വെടിക്കറേനാണ് ഈ ഒരു മൂവ്മെന്റ് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ എത്തി. ഈ എത്തിയതിന് ശേഷം നമ്മുടെ ഈ റൈറ്റ് ലെഗ് ഇല്ലേ, ആ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ സ്റ്റെപ്പ് ചെയ്യുക. ചെയ്തതിന് ശേഷം
ഈ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ ലെഫ്റ്റ് ലെഗ് ഡൗൺ ചെയ്യുമ്പോൾ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. അതായത് 1 2. ഓക്കെ, ജസ്റ്റ് ബോഡി എന്ത് ചെയ്യണം? അപ്പോ ഒന്ന് ബെൻഡ് ചെയ്യണം. ഓക്കെ, ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക, ബാക്കിലേക്ക് ബെൻഡ് ചെയ്യുക. അതായത് 1 2. ഓക്കെ, 5 6 7 go. 1 2 3 4. 5 6 7 go. 1 2 3 4. ഓക്കെ, ഇനി ഇത് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 10,000 വാട്ട്സിൽ വെടിക്കറ ആ ഒരു മീനിങ്ങിലാണ് ഈ ഒരു സോങ് പോകുന്നത്. അപ്പോൾ ആ ലൈൻ എത്തുമ്പോൾ ജസ്റ്റ് 1 2 3 എങ്ങനെയാണ്? 1 2 3. നമ്മുടെ ഈ ഒരു ഇയർ ലെവലില്ലേ, ആ ലെവലിൽ നിന്ന് ജസ്റ്റ് കൈ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഫിംഗേഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ട് ഷെയ്ക്ക് ചെയ്യുക രണ്ട് സൈഡിലേക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടും കൈയും കാലും ഒരുമിച്ചെടുത്ത് 1 2. ഓക്കെ, അപ്പൊ നമ്മൾ 1 ചെയ്തപ്പോൾ വൈഡ് ചെയ്തു, 2 ചെയ്യുമ്പോൾ ബാക്കിലേക്ക് പോകുമ്പോൾ കൈ നോർമൽ കം ബാക്ക് ടു ദ ഇയർ പൊസിഷൻ, നമ്മുടെ ഇയറിന്റെ പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, വൈഡ് ചെയ്തു, ബാക്ക് വന്നു. ഓക്കെ, 5 6 7 go. 1 2 3 4. ഓക്കെ, അപ്പൊ ഇത്രയും സോങ്ങിൽ എങ്ങനെയാ വന്നേ നോക്കിയാലോ. യെസ്, 5 6 7 go. തൊട്ടാണ് പട്ടാസാന വെടിക്കറ 10,000 വാല ഹേ. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ സമയത്ത് ഒരു ഹെഡ് മൂവ്മെന്റ് ചെയ്യണം കണ്ടോ. അപ്പൊ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ജസ്റ്റ് ഹെഡ് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക. 1 2. ഇങ്ങനെയാണ് 1 2. നമ്മൾ ആ ഹാൻഡ് മൂവ് ചെയ്യുന്ന സമയത്ത് 1 2. അപ്പൊ ഒരു ഫിനിഷിങ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. 5 6 7 go. തൊട്ടാന പട്ടാസാന വെടിക്കറ 10,000 വാല ഹേ. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയല്ലോ. യെസ്, അപ്പൊ അടുത്ത വരി എന്ന് പറഞ്ഞത് സുട്ടാന ബുള്ളറ്റ് തെരിക്കിത് ചൽത്തു കോഞ്ഞസാല. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആദ്യം തന്നെ ഓടുന്ന പോലെയാണ്. നോക്കിക്കോ, 1 5 6 7 go. 1, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് നമ്മളിങ്ങനെ ഓടുന്നേ, നിങ്ങളല്ലേ ഓടുന്നേ. അപ്പൊ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, റൈറ്റ് ലെഫ്റ്റ് എടുക്കുക. അതിനുശേഷം അപ്പൊ തന്നെ ലെഗ് വൈഡ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യുക രണ്ട് സൈഡിലേക്കും. ഓക്കെ, 5 6 7 go. 1 2. ഓക്കെ, ആൻഡ് അതിന്റെ ഹാൻഡ് മൂവ്മെന്റ് വരുന്നത് നമ്മുടെ ഹെഡ് ലെവലിൽ ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്യുക. കൈ രണ്ടും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് ഫിംഗേഴ്സ് സ്പ്രെഡ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുക ആ ഓടുന്ന സമയത്ത്. 5 6 7 go. 1 2. ഓക്കെ, ആൻഡ് ഇങ്ങോട്ട് കാല് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് എന്നാ പറയുന്നത്. അപ്പം നമ്മൾ 1 2. ഓക്കെ, അപ്പോൾ അവിടെ ലെഗ് മൂവ്മെന്റ് ഇല്ല, പകരം ഹാൻഡ് മൂവ്മെന്റ്. ആദ്യം ലെഫ്റ്റിലേക്ക് ഒരു വെടി, റൈറ്റിലേക്ക് ഒരു വെടി. ഓക്കെ, 5 6 7 go. 1 2. ലെഫ്റ്റ് റൈറ്റ് ആൻഡ് ഹിപ്പ് ഷുഡ് ബി ഹിറ്റ് 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 ലെഫ്റ്റ് ഹിറ്റ് റൈറ്റ്. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ഒരു ചെസ്റ്റ് ലെവൽ, നോട്ട് ചെസ്റ്റ് ലെവൽ, ബിലോ ചെസ്റ്റ് ലെവൽ വെക്കുക. ആൻഡ് ഹാൻഡ് വന്നിട്ട് ഒരു ഗൺ പോസ്റ്ററിൽ നിന്നിട്ട് 1 2 വിത്ത് ഹിപ്പ് മൂവ്മെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് കൗണ്ട് ഒരുമിച്ച് ചെയ്യാം. 5 6 7 go. 1 2 3 4. 5 6 7 go. 1 2 3 4. അപ്പൊ നമുക്ക് ഇത്ര സോങ്ങിലൊന്ന് ചെയ്ത് നോക്കിയാലോ. 5 6 7 go. തൊട്ടാണ് പട്ടാസാന വെടിക്കറ 10,000 വാല ഹേ. സുട്ടാണ് ബുള്ളറ്റാന. ഓക്കെ, ഇനി തെരിക്കിര ചൽത്തു കോഞ്ഞസാല. ഓക്കെ, തെരിക്കിര ചൽത്തു കോഞ്ഞസാല എന്നുള്ളതിൽ ലെഗ് മൂവ്മെന്റ് ഫസ്റ്റ് റൈറ്റിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. അപ്പോ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, ആൻഡ് നമ്മുടെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു ഡയഗണൽ ലെവലിലായിരിക്കും. നേരെ ഫ്രണ്ടിലേക്കല്ല എടുത്ത് വെക്കേണ്ടത്, ഒരു കോർണർ, ഒരു ഡയഗണൽ ലെവലിലാണ് ലെഗ് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ദെൻ ലെഫ്റ്റ്. ഓക്കെ, യെസ്, 5 6 7 go. 1 2. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൈറ്റ് എത്തി, ലെഫ്റ്റ് എത്തി. ലെഫ്റ്റ് എത്തിയതിനു ശേഷം നമ്മുടെ റൈറ്റ് ലെഗിനെ കൊണ്ടിട്ട് രണ്ട് കിക്ക്. ഓക്കെ, രണ്ട് ഹിറ്റ്. 1 2. യെസ്, 5 6 7 go. റൈറ്റ് ലെഫ്റ്റ് ഹിറ്റ് ഹിറ്റ്. ഓക്കെ, അപ്പോൾ ഈ സമയത്തുള്ള ഹാൻഡ് മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഈ ഒരു അബ്ഡോമൻ ലെവൽ. ഓക്കെ, ഹിപ്പ് എന്ന് പറയുമ്പോൾ ഒരു അബ്ഡോമൻ ലെവലിൽ വെക്കുക കൈ, എന്നിട്ട് നേരെ അത് ഹെഡിന്റെ മേലെ പോവുക. ഇങ്ങനെയാണ് കൈയിന്റെ പോസ്റ്റർ വരുന്നത്. അതായത്
1 2. ഓക്കെ, ആദ്യം റൈറ്റിലേക്ക്, ദെൻ ലെഫ്റ്റ് കോർണർ, അതായത് റൈറ്റ് കോർണർ ലെഫ്റ്റ് കോർണർ. ഓക്കെ, ദെൻ ഹിറ്റ് ചെയ്യുമ്പോൾ ഹിറ്റ് ഹിറ്റ് മേലെ മാത്രം മതി, താഴെ വേണ്ട. ഓക്കെ, കാല് 2 കിക്ക് കൊടുക്കുക, അതിൻ്റെ കൂടെ തന്നെ കൈ 2 ഹിറ്റ് ഹിറ്റ്. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. കിട്ടിയോ? 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, അപ്പൊ ഇത് സോങ്ങിൽ എങ്ങനെ വരുന്നു നോക്കിയാലോ? ഇത്രയും 5 6 7 ഗോ. തൊട്ടാന പട്ടാസാന വെടിക്കര 10,000 വാല ഹേ സുട്ടാന ബുള്ളറ്റാന കോഞ്ഞസാല. പാട്ട് ഞാൻ അടക്കം മറന്നുപോയി. ഓക്കെ, എന്നാലും സ്റ്റെപ്പ് കിട്ടിയല്ലോ. അപ്പോ നമുക്ക് റൈറ്റ്, അതായത് റൈറ്റ് കോർണർ ലെഫ്റ്റ് കോർണർ ഹിറ്റ് ഹിറ്റ്. അപ്പൊ ഗൈസ് അത്രയും സ്റ്റെപ്സ് സെറ്റ് ആയല്ലോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ പോലെ തോന്നും, പക്ഷെ ആക്ച്വലി കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല. ഇച്ചിരി സ്പീഡാണ്, മാത്രമല്ല ഇത് പെട്ടെന്ന് വരുന്നത് കൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. പക്ഷെ ഞാൻ സിംപ്ലിഫൈ ചെയ്ത് തരാം. ഓക്കെ, അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ലെഗ് മൂവ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക, ദെൻ ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുക, ഡൗൺ ചെയ്യുക. ഓക്കെ, ആൻഡ് ലെഗ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ബോഡി ഒന്ന് റൈറ്റ് ലെഗ് അപ്പ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക, ലെഫ്റ്റ് ലെഗ് അപ്പ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതായത് 1 2. ഓക്കെ, 1 2 1 2. ഓക്കെ, ആൻഡ് ഹാൻഡ് മൂവ്മെന്റ്സ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റിലേക്ക് വൈഡ് ചെയ്ത് പിടിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ടിട്ടാണ് നമ്മൾ ആ മൂവ്മെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സ്റ്റേബിൾ ആയിരിക്കും. റൈറ്റ് ഹാൻഡ് നോക്കിയേ, 1 2. ഓക്കെ, അതായത് ഒരു റൗണ്ട് പോലെ സൈഡിലേക്ക് വന്നു, ദെൻ നേരെ സെന്ററിലേക്ക്, അതായത് ലെഗിന്റെ സെന്ററിലേക്ക് ഹാൻഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, 5 6 7 ഗോ. 1 2. ഓക്കെ, അപ്പൊ എന്ത് പറ്റി? നമ്മുടെ ലെഗ് ഇൻ ആയി. ഇനി ഔട്ട് ഇൻ ഔട്ട്. ഓക്കെ, ഔട്ട് ഇൻ ഔട്ട് നമ്മൾ നേരത്തെ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ലെഗിനെ ഔട്ട് ചെയ്യുക, ഇൻ ചെയ്യുക, ഔട്ട് ചെയ്യുക, ഇൻ ചെയ്യുക. അപ്പൊ ഓൾറെഡി നമ്മുടെ കൈ ഇവിടെ ഇരിക്കണായിരിക്കും. ഔട്ട് ചെയ്യുമ്പോൾ ഹാൻഡ് അപ്പ് ചെയ്യുക, ദെൻ ഇൻ ചെയ്യുമ്പോൾ ഡൗൺ ചെയ്യുക, ദെൻ ഔട്ട് ചെയ്യുമ്പോൾ അപ്പ് ചെയ്യുക. ഓക്കെ, 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, യെസ്. അപ്പൊ ഒന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയണത് സിമിലർ, നമ്മൾ ഈ എടുത്ത ജമ്പ് ചെയ്തെടുത്തില്ലേ, ഈ ഒരു സ്റ്റെപ്പിന്റെ സിമിലർ ആണ്. അതായത് 1 2 3. കണ്ടോ? അതായത് ലെഗ് ജസ്റ്റ് ഒന്ന് ഇന്നിൽ അകത്തേക്ക് ഒന്ന് ഇങ്ങനെ വെക്കുക, അതിനുശേഷം 1 2 3 5 6 7 ഗോ. 1 2 3. കണ്ടോ? അപ്പൊ ഹാൻഡ് മൂവ്മെന്റ് എന്ത് ചെയ്യുക? ഇങ്ങനെ പിടിക്കാം. കൈ നോക്കിക്കേ, ഇങ്ങനെ പിടിച്ചിട്ട് ഇൻ അകത്തേക്കൂടെ വരിക. 1 2 3. എങ്ങനെയാ? 1 2 3. 2 കൈനെ ഇങ്ങനെ നമ്മുടെ ഒരു ചെസ്റ്റ് ലെവലിൽ നിന്ന് അകത്തേക്ക് എടുത്ത് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, 5 6 7 ഗോ. 1 2 3. ഓക്കെ, ദെൻ റൈറ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക, ദെൻ ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക റൈറ്റിലേക്ക്. ലെഫ്റ്റ് ലെഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് ബോഡി ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാൻഡ് ഓൾറെഡി ഇവിടെ ഇരിക്കുകയാണ്. ഹാൻഡ് മൂവ്മെന്റ് വന്നിട്ട് നോക്കിയേ, 1 2 3 4. ഓക്കെ, കൈ ജസ്റ്റ് പൊക്കിയിട്ട് റൈറ്റിലേക്ക് വയ്ക്കുക, ദെൻ ബാക്ക് ടു നോർമൽ പൊസിഷൻ, ദെൻ ലെഫ്റ്റിലേക്ക് വരിക. ഓക്കെ, സ്റ്റെപ്പ് ഒന്നുകൂടി ചെയ്യാം. 5 6 7 ഗോ. 1 2 3 4. 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, നമുക്ക് ആ ഒരു പോർഷൻ മൊത്തം ചെയ്താലോ? 5 6 7 ഗോ. 1 2 3 4 5 6 7 8. ഓക്കെ, യാ. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ് സ്റ്റെപ്പും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആയിട്ട് തോന്നും, പക്ഷെ അത് ഇതുപോലെ തന്നെ ഈസിയാണ്. വേറെ ഒന്നുമല്ല, നിങ്ങളുടെ റൈറ്റ് ലെഗിനെ 1 2 3, അതായത് നിങ്ങളുടെ ടോ ടച്ച് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഫ്രണ്ടിലേക്ക് 1 2 3. ഓക്കെ, ദെൻ ഫോർത്ത് കൗണ്ടിൽ നിങ്ങളുടെ ലെഫ്റ്റ് ലെഗിനെ ലിഫ്റ്റ് നോട്ട് ഫ്രണ്ട് സൈഡ്, ലിഫ്റ്റ് ബാക്ക് സൈഡിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യുക. അതായത് 1 2 3 4.
5 6 7 go 1 2 3 4 ആൻഡ് ബോഡി മൂവ് എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് നമ്മൾ ടോ കൊണ്ട് കാലെടുത്ത് വെക്കുമ്പോൾ ബോഡി അതനുസരിച്ചിട്ട് മൂവ് ചെയ്ത് സൈഡിലേക്കാകും പോർഷൻ. ആ സമയത്ത് നിങ്ങളുടെ ലെഫ്റ്റ് ലെഗ് കൊണ്ട് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഹാൻഡ് മൂവ്മെന്റ് വരുന്നത് നമ്മൾ നേരത്തെ വെച്ച ആ പൊസിഷനില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ലെഫ്റ്റിൽ ഹാൻഡ് വരുന്നത്. ആൻഡ് റൈറ്റ് ഹാൻഡ് 1 2 3 4 അപ്പ് ചെയ്യുമ്പോൾ ജസ്റ്റ് റൈറ്റ് ഹാൻഡ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ദാ ഇങ്ങനെ എൽ ഷേപ്പിൽ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 5 6 7 go 1 2 3 4. ഓക്കെ. അപ്പോൾ 1 2 3 4. ഓക്കെ. ദെൻ ഈ ലിഫ്റ്റ് ചെയ്ത ലെഗിനെ താഴെ കുത്തി 1 2 റൈറ്റ് ലെഗും കൊണ്ട് ഗ്ലൈഡ് ചെയ്യുക. ഓക്കെ. കുത്തി ഫോഴ്സ്ലി ഗ്ലൈഡ് ബൈ യുവർ റൈറ്റ് ലെഗ്. ഓക്കെ. അതായത് 1 2 3 4 5 6. ഓക്കെ. 5 6 7 go 1 2 3 4 5 6. അപ്പൊ ആദ്യത്തെ ഹാൻഡ് മൂവ്മെന്റ് എന്താ? 1 2 3 4 5 6 ചെയ്യുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് അപ്പ് ആൻഡ് റൈറ്റ് ഹാൻഡ് റൈറ്റ് സൈഡിലേക്കും. എന്നിട്ട് ദെൻ പുള്ളി ചെയ്യുക. ബാക്കിലേക്ക് രണ്ട് കൈനെ പുള്ളി ചെയ്യുക. ഓക്കെ. 5 6 7 go 1 2. ഓക്കെ. ആൻഡ് ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി ഒന്ന് ബെൻഡ് ഡൗൺ ചെയ്യുക. ഓക്കെ. 5 6 7 go 1 2. ഓക്കെ. യെസ്. നമുക്ക് ഇവിടെ തൊട്ട് ചെയ്യാം അല്ലേ? 5 6 7 8 1 2 3 4 5 6. ഓക്കെ. നമ്മൾ ബെൻഡ് ചെയ്തു ആൻഡ് ഗ്ലൈഡ് ചെയ്ത് വന്നപ്പോൾ ലെഗ് രണ്ടും ഒരുമിച്ചായി ടുഗെദറായി. ഓക്കെ. ഇനി ദ ലാസ്റ്റ് ആയി നമ്മൾ ടുഗെദർ എത്തി. ഇനി അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന ബോഡീനെ ഇങ്ങോട്ട് തിരിക്കുക. ഓക്കെ. അത് നമ്മുടെ ടോയിലാണ്. 1 2. ഓക്കെ. ഒന്ന് ഇരിക്കുക. അതായത് ടോയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ഡൗൺ ഇരിക്കുക. ഒന്ന് സിറ്റ് ഡൗൺ ചെയ്യുക. 5 6 7 go 1 2. ചെയ്തതിന് ശേഷം ജസ്റ്റ് വാക്ക് ബൈ റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ. കൺഫ്യൂഷൻ ആയോ? കൺഫ്യൂഷൻ ആവണ്ട. അതായത് നമ്മൾ ഇവിടെ വന്നു, ലെഫ്റ്റ് ചെയ്തു, ഇവിടെ നിന്ന് ഗ്ലൈഡ് ചെയ്ത് എടുത്തു, ദെൻ ടോല് ജമ്പ് ചെയ്തു, സിറ്റ് ഡൗൺ, ദെൻ വാക്ക്. നമ്മൾ ഇതിങ്ങനെ വാക്ക് ചെയ്ത് പോണ കണ്ടില്ലേ? ആ ഒരു സ്റ്റെപ്പാണ്. ആൻഡ് ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് വന്നിട്ട് ഇത് നോക്കിയേ. 1 2 3 ലിഫ്റ്റ്, ദെൻ പുൾ ബാക്ക്, ദെൻ ജമ്പ് ചെയ്യുമ്പോൾ രണ്ട് കൈയും അപ്പ് ചെയ്യുക. അപ്പ് ചെയ്തതിന് ശേഷം സിറ്റ് ഡൗൺ ചെയ്യുമ്പോൾ രണ്ട് കൈയും നമ്മുടെ സ്ട്രെയിറ്റ് ഇരിക്കുന്ന പോലെ വരില്ല. അപ്പൊ രണ്ട് കൈയും റൈറ്റിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ദെൻ വാക്ക്. ഓക്കെ. ആ കൈ അവിടെ നിന്ന് പിന്നെ മാറ്റണ്ട. വാക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. ഓക്കെ. യെസ്. നമുക്ക് ഇതൊന്നും ചെയ്താലോ? 5 6 7 go 1 2 3 4 5 6 7 8 1 2 3 4. ഇതാണ് സ്റ്റെപ്പ്. ഇതും കൂടെ കഴിഞ്ഞാൽ ആ ഹുക്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം മുതൽ ഇവിടെ വരെ ഒന്ന് ചെയ്ത് നോക്കിയാലോ? ராஜாதி ராஜன ராவண ராவண தொட்டாடே பட்டாசானா வெடிக்கிற 10,000 वाला है சுட்டாடே புல்லட்டானா தெரிக்கிற चल तू कौन ये साला I'm just chilling आया कूला ஐயோ ப்ராப்பர் ஸ்டைல ஓட்ற காலி நான் போட்ற வெள்ள க்ளோஸ் ரைட்டா டைட்டா பிடிக்கிற போஸ். ഓക്കെ. അപ്പൊ ഗൈസ് നമ്മുടെ ട്യൂട്ടോറിയൽ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും വേഗം ചെന്നിട്ട് നമ്മുടെ ഒരു ബ്ലഡിന്റെ പാർട്ട് 1ഉം പാർട്ട് 2ഉം നോക്കി പഠിച്ചിട്ട് രണ്ടും വേഗം തന്നെ ഷൂട്ട് ചെയ്ത് വേഗം റീലായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പൊ ദിവാലിക്ക് സിനിമ ഇറങ്ങും. അപ്പൊ അതിന് മുന്നേ എന്തായാലും സോങ് ഒന്നും കൂടി ട്രെൻഡിങ് ആവും. അപ്പൊ വേഗം തന്നെ എല്ലാവരും ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്തോളൂ. ആൻഡ് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനി ഏത് സോങ്ങിനാണ് ട്യൂട്ടോറിയൽ വേണ്ടതെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക. ആൻഡ് കുറച്ച് ഷോർട്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സാഹിബയുടെ ട്യൂട്ടോറിയൽ ചെയ്യുമോന്ന് ചോദിച്ചിട്ട്. സാഹിബ അങ്ങനെ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ടാറ്റാ.